കുതിരച്ച്. നിനക്ക് കിട്ടിയതൊന്നും പോരെ? പോരാ. ഒരു 25,000 കൂടി തരുവാ എന്നെ പേട്ടാ, പ്ലീസ്. 25,000? പറഞ്ഞുറപ്പിച്ച 50,000 ഞാൻ എണ്ണി തന്നതല്ലേ? തന്നതാണ്. പിന്നെ എന്തിനാടാ ഇനിയും കാശ്? അമ്മേ, നാട്ടുകാരുടെ മുന്നിൽ നിനക്ക് പട്ടി ഷോ കാണിക്കാൻ വേണ്ടി ഒരു കുഞ്ഞു ഫേക്ക് ഇടിന്നല്ലേ പറഞ്ഞത്. പക്ഷേ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാണടാ, കാണ്. ഇതെന്ത് പറ്റി? എഞ്ചി പറ്റിയെന്നാ. ഇത് കവലയ സോങ്ങിന് ഡാൻസ് കളിക്കാൻ വേണ്ടി കെട്ടിവെച്ചതല്ല. പിന്നെ നിങ്ങളുടെ ചവിട്ടിന്റെ ടൈമിംഗ് തെറ്റിയോണ്ട് പറ്റിയതാ. ഡെയിലി ഉഴിച്ചിലിന് 1,500 രൂപ വേണം. ഇത് ചക്കരയുടെ ടൈമിംഗ് തെറ്റിയത്. ഇത് സിന്റപ്പന്റെ ടൈമിംഗ് തെറ്റിയത്. ഓ, ഭാഗ്യത്തിന് എന്റെ ടൈമിംഗ് മാത്രം തെറ്റില്ല. നീ കാരണമാണ് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടായത്. എങ്ങനെ? പാവന്റെ അനിയൻ കല്യാണം മുടങ്ങി ഹോസ്പിറ്റലിലാണ്. അവന്റെ കവചകൊണ്ടലം അടിച്ച് നശിപ്പിച്ചതാ. മാറി നീ. എന്താ വീട്ടിലമ്മച്ചി തനിച്ചാണ്. ടീം എന്താണ് കരിവാരി തേച്ച് ഈ കോലത്തില്? നമ്മ പ്രശാന്തിന്റെ സലാറച്ചൂല് ജൂനിയർ ആർട്ടിസ്റ്റ് അഭിനയിക്കാൻ പോയതാണ്. ആഹാ, പക്ഷെ പോയിട്ട് അപ്പൊ തന്നെ പറഞ്ഞു വിട്ട്. പറഞ്ഞു വിട്ടാ? അതെന്തിനാ? പിന്നെ ഡയറക്ടർ കയറി ടീമെന്ന് വിളിച്ച അയാൾ പറഞ്ഞു വിടൂലേ? മതി മതി, വെറുതെ സംസാരിച്ച് നിൽക്കാതെ പറഞ്ഞുറപ്പിച്ച പൈസ തരാൻ നോക്ക്. തന്നില്ലെങ്കിലോ? അത് തന്നെ, കൊടുക്കണ്ട എന്റെ പേട്ട. മിസ്റ്റർ ആൻഡപ്പൻ, നിങ്ങൾ ഉണ്ടാക്കിയ സകല ഇടിയും ഉഡായിപ്പാണെന്ന് ഞാൻ നാട്ടുകാരുടെ മുഴുവൻ വിളിച്ചു പറയും. അപ്പോഴോ ഹായ് ക്യാഷ്. കൊടുത്തോ. താങ്ക് യു ആൻഡപ്പേട്ട. ഇനി ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാൻ മറക്കണ്ട. പിന്നെ ടൈമിംഗ് തെറ്റുന്നത് ഒരു വിഷയമേ അല്ല. ഓക്കെ ആൻഡപ്പേട്ട. ടീമേ, നിനക്കിട്ട് വെച്ചിട്ടുണ്ടാ. പ്രശാന്തിയിൽ പോണേ പോട്ടെ, നമുക്ക് ഒമർ ലുലു ഉണ്ട്. നശിച്ചു.